നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധി പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയ രണ്ടായി വേർതിരിഞ്ഞിരിക്കുകയാണ്. നടിക്ക് നീതി നിഷേധിക്കപ്പെട്ടു. ദിലീപിനെ കോടതി സംവിധാനം പോലും അനധികൃതമായി സഹായിച്ച് രക്ഷിച്ചെടുത്തു. വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പോലും നടന്ന് കേസിന്റെ മെറിറ്റ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് നടിക്ക് വേണ്ടി ഇരയ്ക്ക് വേണ്ടിയുള്ള വിലാപങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ദിലീപായിരുന്നു യഥാർത്ഥ ഇര. ദിലീപിന് ആശ്വാസം കിട്ടിയിരിക്കുന്നു. ദിലീപിനെ കുരുക്കാൻ നടത്തിയ ഗൂഢാലോചനകൾ പൊരുളഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും തൃപ്തി വരാതെ ഇപ്പോഴിതാ ചിലർ ദിലീപിനെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗവും രംഗത്തുണ്ട്. ഈ രണ്ട് വിഭാഗത്തോടും യോജിപ്പില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് എളിയവനായി ഞാൻ. നടിക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. ബലാത്സംഗം ചെയ്ത 6 പേരെ ശിക്ഷിക്കാൻ വേണ്ടി ഈ നടി 8 വർഷം കാത്തിരിക്കേണ്ടിയിരുന്നില്ല. അവർക്ക് വേണ്ടി അവർ ഇത്രയധികം സമയവും പണവും ചെലവഴിക്കേണ്ടിയിരുന്നില്ല. അവർ ഇതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നടിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. എന്നാൽ നടിക്ക് നീതി നിഷേധിച്ചതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കോടതി വരെ ദിലീപിന്റെ സ്വാധീനത്തിന് വഴങ്ങി നടിയെ ചതിച്ചു എന്ന് പറയുന്ന ഭാഷ്യത്തോട് കട്ടവിയോജിപ്പാണ്. നടിക്ക് നീതി നിഷേധിക്കപ്പെട്ടെങ്കിൽ അതിന് കുറ്റം പറയേണ്ടത് കോടതിയെയല്ല, കുറ്റം പറയേണ്ടത് കേസ് അന്വേഷിച്ച പോലീസിനെയും പ്രോസിക്യൂഷനെയും അതിന് നേതൃത്വം കൊടുത്ത സർക്കാരിനെയുമാണ്. കേസ് അന്വേഷിച്ച പോലീസിന്റെയും പ്രോസിക്യൂഷൻ വക്കീലിന്റെയും അതിജീവിതയുടെ വക്കീൽ എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന സ്ത്രീയുടെയും ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെയും അടിമുടി വീഴ്ചയുടെ ഇരയാണ് നടി. അതുകൊണ്ട് തന്നെ നടിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഞാൻ അതിന്റെ ഉത്തരവാദിത്വം കോടതിയല്ല എന്ന് തറപ്പിച്ച് പറയാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീജിത്ത് പണിക്കർ കോടതിയിൽ സംഭവിച്ചതിനെ വിശദമായി വിലയിരുത്തി എഴുതിയിരിക്കുന്നതും പറയുന്നതും കേട്ടാൽ വ്യക്തമാവും കോടതി വിധിക്കുള്ളിൽ കൃത്യമായി പറയുന്ന സർക്കാരിന്റെ ഭാഗത്തും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തും ഉണ്ടായ വീഴ്ച. അത് മറച്ചു വെച്ചുകൊണ്ട് നടിക്ക് നീതി നിഷേധിക്കപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം കോടതിയുടെ പുറത്തു വയ്ക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല. ദിലീപ് മഹാനായ മനുഷ്യനാണെന്നും സ്വപ്നത്തിൽ പോലും അരുതാത്തതൊന്നും ചിന്തിക്കാത്ത കുഞ്ഞാടാണെന്നും വിശ്വസിക്കുന്നവരോടും എനിക്ക് വിയോജിപ്പാണ്. ദിലീപിന് അറിഞ്ഞോ അറിയാതെയോ ചില പങ്കാളിത്തങ്ങളൊക്കെ ഈ സംഭവ പരമ്പരയിലുണ്ട്. അതിനർത്ഥം ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യിപ്പിച്ചതാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതേസമയം ദിലീപിന് ധാർഷ്ട്യവും സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന രാജപദവിയും പക വീട്ടാൻ കിട്ടുന്ന അവസരങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്വഭാവവും ഒക്കെ ഇവിടെയും പലതരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് കണ്ടെത്തി ഈ ബലാത്സംഗ കേസിൽ ഏതെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് തെളിയിച്ച് ശിക്ഷിക്കേണ്ട ബാധ്യത അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അത് സംഭവിച്ചില്ല. അതുകൊണ്ട് ദിലീപിനെ വെള്ളപൂശി ദിലീപ് മഹാനാണ് എന്ന് വരുത്തി തീർത്ത് സഹതാപ തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമത്തോടും യോജിപ്പില്ല. വിധി വന്നതിന് ശേഷവും ദിലീപിന് ഗുരുതരമായ വീഴ്ച പറ്റി. വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തന്റെ സന്തോഷം ദിലീപിന് പ്രകടിപ്പിക്കാമായിരുന്നു. ദൈവത്തിന് നന്ദി പറയാമായിരുന്നു, സഹായിച്ചവർക്ക് നന്ദി പറയാമായിരുന്നു, തെറ്റൊന്നുമില്ല. പക്ഷേ തനിക്കെതിരെയുള്ള ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിക്കുകയും ആ ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ തുടക്കക്കാരി മഞ്ജു വാര്യരാണ് എന്ന് പേരെടുത്ത് പറയുകയും ചെയ്തത് ദിലീപ് കാണിച്ച തന്ത്രപരമായ വലിയ പിഴവാണ്. എടുത്തുചാട്ടം കൊണ്ട് ദിലീപ് ഇത്തരം പിഴവ് ആദ്യം വരുത്തുന്നതല്ല. 2017 ദിലീപിനെതിരെ നടി ആക്രമിച്ച കേസിൽ ആദ്യം ആരോപണമുണ്ടായതിനു ശേഷം ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വരെ കയ്യൊപ്പ് നൽകിയതിനു ശേഷം ദിലീപ് ബോധപൂർവം മാധ്യമങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖമാണ് ആ വിഷയം വഷളാകുന്നതിന് കാരണമായത്. സമാനമായ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ദിലീപ് ഇക്കുറി വിധിക്ക് ശേഷം മൗനം പാലിക്കേണ്ട സമയത്ത് മൗനം പാലിക്കാതെ വരുത്തി തീർത്തത്. ദിലീപിനെതിരെ ഗൂഢാലോചനയുണ്ടെങ്കിൽ ദിലീപ് അത് അന്വേഷിച്ച് കണ്ടെത്തി പറയേണ്ട സമയത്ത് പറയണമായിരുന്നു. ഏറ്റവും കുറഞ്ഞത് വിധി പകർപ്പ് പുറത്തു വരാൻ വേണ്ടി കാത്തിരിക്കണമായിരുന്നു. വിധിക്കുള്ളിലെ പരാമർശങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതുവരെ കാത്തിരിക്കണമായിരുന്നു. അതിനൊന്നും അവസരം കൊടുക്കാതെ ദിലീപ് ചാടിപ്പുറപ്പെട്ടതോടെ ദിലീപിനെതിരെ ഗൂഢാലോചന ആരോപിക്കുന്നവരുടെ കോർട്ടിലേക്ക് ദിലീപ് തന്നെ പന്തിട്ട് കൊടുത്തു. കഴിഞ്ഞ 2-3 ദിവസമായി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജയിലിലായിരിക്കുന്ന, അതായത് 20 വർഷം തടവ് കിട്ടി ജയിലിലായിരിക്കുന്ന, അന്ന് ദുരന്തം സംഭവിക്കുമ്പോൾ നടിയുടെ ഡ്രൈവറായിരുന്ന മാർട്ടിന്റെ ഒരു സംഭാഷണം എന്ന നിലയിൽ ഒരു വീഡിയോ ദൃശ്യം പരക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഒരു 250 പേരെങ്കിലും എനിക്ക് വീഡിയോ ദൃശ്യം ഇട്ട് തന്നിട്ട് ഇതാണോ വാസ്തവം, നിങ്ങൾ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ ദൃശ്യം ആദ്യം കണ്ട വ്യക്തികളിൽ ഒരാളാണ് എളിയവനായ ഞാൻ. ദിലീപിനെ കുറ്റവിമുക്തനാക്കി
6 പേരെ കുറ്റക്കാരായി കണ്ട് വിധിച്ച അതേ ദിവസം എനിക്ക് വീഡിയോ ഒരാൾ അയച്ചു തന്നിരുന്നു. ഞാൻ അയച്ചു തന്ന ആളോട് പറഞ്ഞത് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ ഒരാളാണ് മാർട്ടിൻ. ഏതാണ്ട് 7.5 വർഷം നീണ്ട വിചാരണയും തെളിവിനും ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ച ഒരാൾ. അയാൾ പറയുന്ന ഈ വാദത്തിന് എന്ത് സാമാന്യ ബോധമാണുള്ളത്? അപ്പൊ പിന്നെ എന്തിനാണ് നിയമ സംവിധാനങ്ങൾ? അതുകൊണ്ട് ഒരു പ്രതിയുടെ വിലാപം എന്നതിനപ്പുറത്തേക്ക് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ച് ഞാനത് ഒഴിവാക്കിയതാണ്. പക്ഷേ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണോ സംഭവം എന്നൊക്കെ ചോദിച്ച് ആളുകൾ ഞെട്ടിത്തെരിക്കുന്നു. ഈ ഞെട്ടിത്തെരിപ്പുകാരോട് എനിക്ക് പറയാനുള്ളത് നിയമവ്യവസ്ഥയെ കുറച്ചുകൂടി ബഹുമാനിക്കൂ എന്ന് മാത്രമാണ്. ഇതിപ്പോൾ പുറത്തു വരാൻ കാരണം ദിലീപാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. ദിലീപിന്റെ കറുത്ത കരങ്ങൾ ഈ വ്യാജ പ്രചരണത്തിന് പിന്നിലുണ്ടെങ്കിൽ, ഈ വീഡിയോയ്ക്ക് പിന്നിലുണ്ടെങ്കിൽ ദിലീപ് താങ്കൾ ദുഃഖിക്കേണ്ടി വരും. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇതിന്റെ തുടക്കം ദിലീപുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നാണെന്ന് അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഇത് കൃത്യമായി വ്യക്തിഹത്യയാണ്. ദിലീപിനെ ശിക്ഷിക്കാതിരുന്നത് പോലും വിവാദമായി മാറുമ്പോൾ, ശിക്ഷിക്കപ്പെട്ടവരുടെ ശിക്ഷ കുറഞ്ഞുപോയി എന്ന ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ, ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാൾ നീതിമാനായിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണം ഇരയെ അപമാനിക്കുന്നതിന് വേണ്ടി കരുതിക്കൂട്ടിയുണ്ടാക്കിയതാണ്. ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ നാളുകളിലൂടെ കടന്നുപോയ ആ യുവതി അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചിട്ട് ഇപ്പോഴും അവരെ ഇങ്ങനെ അപമാനിക്കുന്നതും, ഈ ബലാത്സംഗം പോലും അവരുടെ കെട്ടുകഥയായിരുന്നു, അവർ സ്വയം ബലാത്സംഗത്തിന് ഇരയായതാണ് ദിലീപിനെ കുരുക്കാൻ എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ യുക്തിക്ക് നിരക്കുന്നതോ ക്രിമിനൽ മനോഭാവം ഇല്ലാത്തവർക്കൊഴികെ ദഹിക്കുന്നതുമല്ല. ദയവായി അറിഞ്ഞോ അറിയാതെയോ ദിലീപിന് ഈ പ്രചരണത്തിൽ പങ്കുണ്ടെങ്കിൽ മനസ്തപിക്കുക, തെറ്റുതിരുത്തുക. അല്ലെങ്കിൽ പ്രകൃതിയുടെ തിരിച്ചടി ഭയാനകമാവും. ഈ വിഷയത്തിൽ നടിയെ സംരക്ഷിക്കാനും നടിക്ക് വേണ്ടി വിലാപകാവ്യം എഴുതാനും രംഗത്ത് വന്നിരിക്കുന്ന മിക്കവരുടെയും വിശ്വാസ്യത സംശയാസ്പദമാണ്. നടിയുടെ അഭിഭാഷിക എന്ന് അവകാശപ്പെടുന്ന TB മിനിയുടേതടക്കം കള്ളവും കൊള്ളയുമായി മാധ്യമ പ്രവർത്തനത്തെ ഇല്ലാതാക്കിയ ട്രീ കട്ടർ ചാനലൊക്കെ ഇതിനു വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നടിക്ക് അനുകൂലമായി ലഭിക്കാവുന്ന സഹതാപം നഷ്ടപ്പെടുകയാണ്. എന്നിട്ടും ഈ വിഷയത്തിൽ എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസനീയമായ ഒരു വിശദീകരണം നൽകിയത് അനന്തു സുരേഷ് കുമാർ എന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. റിട്ടയർഡ് IAS കാരൻ സുരേഷ് കുമാറിന്റെയും അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയുടെയും മകൻ അനന്തു സുരേഷ് കുമാർ വിശദമായ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. ആ കുറിപ്പ് സുചിന്തനീയമായിരുന്നെങ്കിലും കോടതിയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നിരുന്നില്ല. എന്നാൽ ഇന്ന് എഴുതിയിരിക്കുന്ന കുറിപ്പ്, ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട കുറിപ്പ് വളരെ പ്രസക്തമായതുകൊണ്ട് ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം. ബഹുമാനപ്പെട്ട ശ്രീ ദിലീപ്, താങ്കൾ 8ാം പ്രതിയായിരുന്ന കൊച്ചിയിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ ഇപ്പോൾ 20 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി മാർട്ടിന്റെ ഒരു പഴയ വീഡിയോ പൊക്കിപ്പിടിച്ചുകൊണ്ട് പേട്ടൻ പാവാട, ആ നടി അവളെ തന്നെ മാനഭംഗപ്പെടുത്താൻ സ്വയം കൊടുത്ത കൊട്ടേഷനായിരുന്നോ, ഞങ്ങളുടെ പേട്ടൻ പുണ്യാളൻ ഡാ മുതലായ നാണം കെട്ട നാറിയ വാദങ്ങൾ സൈബറിടങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു കൂട്ടം വാഴകൾ ഇറങ്ങിയിരിക്കുന്ന വിവരം താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. താങ്കൾ അറിഞ്ഞിരിക്കുക മാത്രമല്ല, താങ്കളുടെ പൂർണ്ണ ആശീർവാദത്തോടെ താങ്കളുടെ ഫണ്ടിങ്ങോടെ തന്നെ നടക്കുന്ന ഒരു നാറിയ PR നാടകമാണ് ഈ അരങ്ങേറുന്നത് എന്ന ഉത്തമ ബോധത്തോടെ തന്നെയാണ് ഞാൻ താങ്കൾക്ക് ഈ തുറന്ന കത്തെഴുതുന്നത്. താങ്കൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് മുൻപിലും ചാനൽ ചർച്ചകളിലും പങ്കെടുത്ത് ഈ നാട്ടിൽ നിലയും വിലയുമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ തോന്നിപ്പിച്ചിട്ടുള്ള ചില നാറിയ ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ വീഡിയോയും പ്രചരിപ്പിച്ചു തുടങ്ങിയത്. അത് യൂട്യൂബിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് കാശ് മേടിച്ച് സിനിമാ പ്രൊമോഷനുകളും പരസ്യങ്ങളും ചെയ്യുന്ന യൂട്യൂബർമാരും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളുമാണ് എന്നും മനസ്സിലാക്കാതിരിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും താങ്കളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന നാണം കെട്ട ക്രിമിനലുകൾ അല്ല എന്ന് താങ്കൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ദിലീപ്, അറപ്പാണ് തോന്നുന്നത്. നിങ്ങളോടും നിങ്ങളുടെ കാശ് മേടിച്ച് നക്കി ഇമാതിരി പിതൃശൂന്യതകൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന നാറിയ ക്രിമിനലുകളോടും വളരെ കുറച്ച് ഞരമ്പ് രോഗികളെ ത്രസിപ്പിക്കാനും അവരുടെ മനസ്സിൽ ചെറിയ ചില സംശയങ്ങൾ ജനിപ്പിക്കാനും മാത്രമേ നിങ്ങളുടെ നെറികെട്ട നാറിയ നാടകങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കൂ. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നിങ്ങൾ കുറ്റക്കാരനാണെന്നും നിങ്ങൾ നിങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ചാണ് ഈ കേസിൽ നിന്ന് ഊരിപ്പോന്നതെന്നും താങ്കൾ എന്താണ് വിചാരിച്ചത്? ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്ത് 8.5 വർഷം അവളെ നരകിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്തിട്ട് താങ്കളുടെ കയ്യിൽ ഒരുപാട് കാശിരുന്ന് കുത്തുന്നത് കൊണ്ട് ഇതുപോലെയുള്ള നാറിയ ക്രിമിനലുകളെ വാടകയ്ക്കെടുത്ത്
ഇനിയും അവർക്കെതിരെ അശ്ലീല കഥകൾ പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്തിച്ച് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാം എന്നാണോ? ശരിക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, മനുഷ്യൻ തന്നെയാണോ നിങ്ങളൊക്കെ? ഇങ്ങനെ വേട്ടപ്പട്ടികളെ വിട്ട് അവളെ ഇനിയും ഇഞ്ചിഞ്ചായി കടിച്ചു കീറി കൊല്ലാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ശ്രീ ദിലീപ്, നിങ്ങളെ അതിനെ അനുവദിക്കില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്ന ശബ്ദം എന്റേത് മാത്രമല്ല. ആ പെൺകുട്ടിയോട് നിങ്ങളും ഈ സിസ്റ്റം മുഴുവനും ചെയ്തത് കൊടികെട്ടിയ അനീതിയും അന്യായവും ക്രൂരതയുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മലയാളികളുടെയും കൂടി ശബ്ദമാണ് ഞാനിപ്പോ. ഇതൊരു അന്ത്യശാസനമായി തന്നെ കൂട്ടിക്കോളൂ. കോടിക്കണക്കിന് ജനങ്ങൾ ഇത്രയും വലിയ നെറികെട്ട നാണം കെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അനീതി നടപ്പാക്കുന്നത് കണ്ട് സഹികെട്ട് ഗതികെട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ജനകീയ അന്ത്യശാസനമായി തന്നെ കണക്കാക്കിക്കോളൂ. താങ്കളുടെ വേട്ടപ്പട്ടികൾ ആ പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്തയില്ലാ സൈബർ ആക്രമണങ്ങൾ താങ്കൾ ഇടപെട്ട് ഉടനടി തന്നെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്തെ മലയാളികളുള്ള എല്ലായിടത്തും കോടിക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങും. കാരണം മനുഷ്യനും മനുഷ്യന്റെ മനസാക്ഷിക്കും സഹിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. ശ്രീ ദിലീപ്, നിങ്ങളിപ്പോൾ ക്ഷണിച്ചു വരുത്തുന്നത് ഈ സംസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തെയും പ്രതിഷേധത്തെയുമാണ്. നിങ്ങൾക്ക് താങ്ങാവുന്നതിലും ഒരുപാട് അപ്പുറം നിൽക്കാൻ പോകുന്ന ഒരു ജനകീയ സമരമാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. കാശ് കൊടുത്ത് തുലാഭാരം നടത്തി താങ്കൾക്ക് സൈബർ ഗുണ്ടകളെയും വേട്ടപ്പട്ടികളെയും വിലയ്ക്ക് വാങ്ങാം. പക്ഷെ താങ്കൾക്ക് മുന്നിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു വിൽപ്പന ചരക്കല്ല മലയാളി മനസാക്ഷി. വിചാരണ കോടതിക്ക് പോലും ഈ പറഞ്ഞ മാർട്ടിൻ അടക്കമുള്ളവർ ചെയ്തത് ക്രിമിനൽ കുറ്റമല്ലായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോടതി പോലും ശിക്ഷിച്ച ഈ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ചാൽ ആ നാരിയുടെ വാക്ക് വിശ്വസിച്ച് കേരളം മുഴുവൻ അതിജീവിതയെ അവിശ്വസിക്കും, ലോകം മുഴുവൻ ദിലീപ് തരംഗം ആഞ്ഞു വീശും എന്നൊക്കെ നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ച ക്രിമിനലുകൾ എത്ര മണ്ടന്മാരാണ് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിശേഷിയെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുണ്ടോ ശ്രീ ദിലീപ്? നിങ്ങളുടെ വേട്ടപ്പട്ടികൾ ഇനി ശിക്ഷിക്കപ്പെട്ട മാർട്ടിന്റെ വാക്കുകൾ വേദവാക്യമാക്കി എടുത്തു പ്രചരിപ്പിക്കുന്നത് തന്നെയല്ലേ ശ്രീ ദിലീപ്? പൾസർ സുനിയും ഈ മാർട്ടിനും അടക്കമുള്ള മുഴുവൻ ക്രിമിനലുകളും നിങ്ങളുടെ ഗുണ്ടകൾ തന്നെയായിരുന്നു എന്ന് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു തരുന്ന ഏറ്റവും വലിയ തെളിവ്. അവരുടെ തലവൻ നിങ്ങൾ തന്നെയായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ്. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ചില മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ട് പോലും താങ്കളെ വൈറ്റ് വാഷ് ചെയ്യിക്കുന്ന ജോലി ഒരു വശത്തെ, മറുവശത്ത് സൈബർ ഇടങ്ങളിലെ ഈ നാറിയ പിതൃശൂന്യ കുപ്രചരണങ്ങൾ. മനോഹരമായ ഗെയിം പ്ലാൻ തന്നെ. നട്ടെല്ല് പോട്ടെ, അതിന്റെ സ്ഥാനത്ത് ഒരു ചുള്ളിക്കമ്പോ ഒരു വാഴത്തണ്ടോ എങ്കിലും ബാക്കി ഉണ്ടായിരുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു മാത്രം വെറുതെ ഞാൻ നനച്ചുപോയി. ഇത്രയും ക്രൂരത അനുഭവിച്ച, ഇത്രയും പ്രമാദമായ ഒരു കേസിലെ ഒരു അതിജീവിതയ്ക്കെതിരെ ഇത്രയും പകൽ വെളിച്ചത്തിൽ ഇത്രയും തീവ്രമായ ക്രൂരമായ ഒരു സൈബർ ആക്രമണവും അപമാനിക്കലും അധിക്ഷേപിക്കലും നുണപ്രചരണവും നടക്കുമ്പോൾ കേരള പോലീസ് വീണ വായിക്കുകയാണ്. നാണമുണ്ടെങ്കിൽ അതിജീവിതയെ ഇപ്പോൾ അപമാനിക്കുന്ന ഒരാൾക്കെതിരെയെങ്കിലും പേരിനെങ്കിലും ഈ കേരള പോലീസ് ഒരു കേസെടുത്തേനെ. അത് പോട്ടെ ശ്രീ ദിലീപ്, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, പഴയ ഒരു ആരാധകനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ക്ലാസ് കെട്ട് ചെയ്തു പോയി കണ്ട സിനിമ CID മൂസയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ തിയേറ്ററിൽ പോയി കണ്ട സിനിമ മീശ മാധവനാണ്. നിങ്ങളെ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ പോലും കണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഈ കേസ് സംഭവിക്കുന്നതിന് ഒരുപാട് വർഷം മുൻപ് ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിട്ടുള്ള പോസ്റ്റുകൾ ഇപ്പോൾ ഇതിൽ തന്നെ കാണാം. 2004-2007 കാലഘട്ടത്തിൽ മാറി വിയാനിയസ് കോളേജ് മാസ്റ്റർ കമ്മ്യൂണിക്കേഷൻസ് ഡിഗ്രി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്, പേര് നയന. ഈ അടുത്ത കാലം വരെ സെൻസർ ബോർഡ് അംഗമായിരുന്നു പുള്ളിക്കാരി. ആ ടീച്ചറെ ക്ലാസ്സിൽ തന്ന ഒരു അസൈൻമെന്റ് ആയിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യാൻ. ക്ലാസ്സിലെ ബാക്കിയുള്ളവരെല്ലാം അബ്ദുൽ കലാം, ഗാന്ധിജി, ഐസക് ന്യൂട്ടൻ, എബ്രാഹിം ലിങ്കൺ തുടങ്ങിയവരെ കുറിച്ചൊക്കെ എഴുതിയപ്പോൾ ഞാൻ എഴുതിയത് നിങ്ങളെക്കുറിച്ചായിരുന്നു ശ്രീ ദിലീപ്. ആ കാലഘട്ടത്തിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിരുന്ന പലരും ഇന്ന് വിവിധ മാധ്യമങ്ങളിലും സിനിമയിൽ തന്നെയും ജോലി ചെയ്യുന്നുണ്ട്. അവരോട് ആരോടെങ്കിലും നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ഈ നയന മിസ്റ്റിനോട് നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കൂ, അവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദിലീപ് ആരാധകൻ ആരായിരുന്നു എന്ന്. ഒറ്റ പേര് അവർ പറയൂ, എൻ്റേത്. ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ദിലീപ് അല്ല നിങ്ങൾ ഇന്ന്. ആ പെൺകുട്ടിയോട് നിങ്ങളും നിങ്ങളുടെ സൈബർ ഗുണ്ടകളും വേട്ടപ്പട്ടികളും ചെയ്യുന്നത് ദൈവം പോലും പൊറുക്കാത്ത കൊടും ക്രൂരതയാണ്. KSRTC ബസ് പറക്കം തളികയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയ ആ അമ്മയുടേത് ഒരു ഒറ്റയാൻ സമരമായിരുന്നു എന്ന് നിങ്ങൾ കരുതരുത്. കോടതി ആ കുട്ടിയോട് കാണിച്ച അന്യായങ്ങൾക്കെതിരെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ പ്രതികരിച്ചപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് കമന്റുകളായും പേഴ്സണൽ മെസ്സേജായും എനിക്ക് നേരിട്ട് പിന്തുണയും അനുഗ്രഹങ്ങളും അറിയിച്ചിട്ടുള്ളത്.
എനിക്കിപ്പോഴും വായിച്ചു തീർക്കാൻ പോലും പറ്റാത്തത്രയും പ്രതികരണങ്ങൾ. അതിൽ ബഹുഭൂരിപക്ഷവും അമ്മമാരും പെങ്ങന്മാരുമാണ്. താങ്കൾക്കെതിരെ നിലപാടെടുക്കുന്നതിന്റെ പേരിൽ ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഞാൻ നേരിടേണ്ടി വന്നേക്കാം എന്നും ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നുമുള്ള പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഞാനെന്ന സാധാരണ പൗരൻ ഈ സമരത്തിന്, യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. ആ പാവം പെൺകുട്ടിയെ ഇനിയും നിങ്ങൾ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഉറപ്പായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ബഹുജന പ്രക്ഷോഭം ഈ നാട്ടിൽ സംഭവിക്കും. അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് നിങ്ങൾക്കെതിരെ ആദ്യത്തെ മുദ്രാവാക്യം വിളിക്കുന്നത് ഞാനായിരിക്കും എന്ന് ഒരു തരി പോലും നിങ്ങളുടെ സ്വന്തമല്ലാത്ത അവളുടെയും അവളുടെ നെഞ്ചോട് ചേർക്കുന്ന കോടിക്കണക്കിന് നല്ലവരായ മനുഷ്യരുടെയും മാത്രം സ്വന്തം അനന്തു സുരേഷ് കുമാർ. ഇതൊരു വികാരമാണ്. പ്രിയപ്പെട്ട ദിലീപ്, താങ്കൾക്ക് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ ദയവായി ആ തെറ്റ് തിരുത്തുക. ഇത് പ്രചരിപ്പിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇത് മാനഭംഗത്തിനിരയായിട്ടും ധൈര്യം കൈവിടാതെ പിടിച്ചു നിന്ന് സമരം നടത്തുന്ന ആ സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്, കൊലപാതകമാണ്.